എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവരൊരു ഇഫ്താറിന് കൊണ്ടുപോകണം എന്നുള്ളത്. ബട്ട് ദൈവം സഹായിച്ചിരിക്കുന്നത് നമ്മളിതാ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റിലാണ് അവർക്കൊരു ഇഫ്താർ കൊടുക്കാൻ പോകുന്നത്. ഹരികൃഷ്ണൻ ആള് ഡോക്ടറാണ്. ഇതുവരെ ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്തില്ല ആളെ. ഈ ഒരു വ്ളോഗിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഗൈസ്, ഞങ്ങളുടെ കൂടെ ഇന്നൊരു സെലിബ്രിറ്റി സിനിമാ നടൻ ഉണ്ട് ഗൈസ്. സോ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾക്ക് ഇയാളെ ഓർമ്മ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. നമ്മുടെ പൃഥ്വിരാജിന്റെ മാണിക്യക്കല്ല് അത് സിനിമ. യെസ്, മാണിക്യക്കല്ല് സിനിമയിലാത്ത അടിയനായിട്ട് അഭിനയിച്ച സെലിബ്രിറ്റി നമ്മൾ കൂടെ കാറിലുണ്ട്. ആരാന്ന് ഞാൻ കാണിച്ചത്. പിന്നതാ അടുത്ത പടം ഇതേതാ, തേജാബായി. തേജാബായിൽ ഇതാ ഗൈസ് നമ്മുടെ മൂപ്പര പേരെന്തേന്ന്, സുരാജിന്റെ അടുത്തിരിക്കുന്ന ആള്. സുരാജ് വെഞ്ഞാറുണ്ട്. ഗുണ്ടവിജു കണ്ണങ്കര കോളനി ഗൈസ്. ഈ നടൻ ഒരു 2 മിനിറ്റ്സിന് ശേഷം കാറിന് പുറത്തിറങ്ങും. അപ്പൊ നമ്മളെടുത്ത് കാണിച്ചു തരട്ടോ. പപ്പായ അല്ല, പപ്പായ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് ഒരു ലക്ഷറി, നമ്മുടെ കാലിക്കറ്റിൻ്റെ ഒരു ലക്ഷറി പ്രീമിയം ഹോട്ടലിൽ ഇഫ്താർ മീറ്റിന് വന്നാണ്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവരൊരു ഇഫ്താറിന് കൊണ്ടുപോകണം എന്നുള്ളത്. ബട്ട് ദൈവം സഹായിച്ചിരിക്കുന്നത് നമ്മളിതാ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റിലാണ് അവർക്കൊരു ഇഫ്താർ കൊടുക്കാൻ പോകുന്നത്. അവർ ഓൾറെഡി ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാണ്. ഞാനും ഫാമിലി മാത്രമല്ല, ഹരിയേട്ടനും ആമിയുണ്ട്. അത് ഞാനും ഹരിയേട്ടനും ആമിയായിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട്. ഹായ് പറയോ. ഹായ് ഗൈസ്, ദിസ് ഇസ് ഹരികൃഷ്ണൻ. ആള് ഡോക്ടറാണ്. ജോർജിയയിൽ ഡോക്ടറേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ആള് നമ്മുടെ ഫുഡ് ബ്ലോഗറാണ്. ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്തില്ല ആളെ. ഈ ഒരു വ്ളോഗിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആൻഡ് സെക്കൻഡ് പേഴ്സൺ നമ്മുടെ ആമി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്തൊരു എന്റർപ്രനർ ആണ്. ആള് ട്രാവൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നല്ലേ. യെസ്, എൻക്വയറി ഉണ്ടെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പ്രൊമോഷൻ തന്നെയാണ് ഗൈസ്. അപ്പൊ ആള് ഫുഡ് ബ്ലോഗറാണ്. നമ്മളിന്ന് TRAയിലാണ് നമ്മുടെ ഇഫ്താർ മീറ്റ് ഗൈസ്. യെസ്, അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പാക്കലാം ഗൈസ്. ഏകദേശം ഇഫ്താറൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് നേരെ നീ ഉള്ളിലെ കാഴ്ചകൾ കാണാട്ടോ. എക്സൈറ്റഡ് നോമ്പ് തുറക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലാണ് നോമ്പ് തുറ കാര്യങ്ങളൊക്കെ. ഗൈസ്, ഇങ്ങനെ നമ്മൾ ലിഫ്റ്റിലാണ് ഉള്ളത്. സോ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിയാണ് അതിശയപ്പെടുന്നത് ഗൈസ്. 15 Pro മാക്സ് വേണ്ട. മാക്സും പ്രോയും തമ്മിൽ വലിയ വ്യത്യാസം. ഗൈസ്, ഇതാണ് ഇവരുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ. കിട്ടില്ലനായില്ലേ അറേഞ്ച്മെന്റ്സ് ഒക്കെ. നൈസല്ലേ. ഇരിക്കുക. ഞാൻ ഇനി ഇവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഡെസേർട്ട്സ് ആട്ടോ കാണിച്ചിരുന്നു. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെസേർട്ട്സ് ഉണ്ട്. എല്ലാവരും ഇവിടെ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഗൈസ്. ബ്രൗണീസ്, ലഡ്ഡു, നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക ബേക്കറി ഐറ്റംസിൽ വരുന്ന കുറേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് ഇഫ്താർ സെറ്റപ്പ് പറയാം. ഐശ്വര്യണ്ട് ഇഫ്താർ സെറ്റപ്പ് ഒക്കെ. അടിപൊളിയാ.
ലൈവ് കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൈവായിട്ട് നമ്മുടെ അപ്പം ദോശ ഐറ്റംസ് ഒക്കെ സെറ്റാണ്. ഇഷ്ടവയല്ലേ ഗൈസ്. പിക്കിൾസ് എന്താ നോക്കുകയാണെങ്കിൽ ഒരുപാട് പിക്കിൾസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് വെറൈറ്റി പിക്കിൾസ് ഉണ്ട്. ഒരു 3, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഒരു 10-18 ടൈപ്പോളം പിക്കിൾസ് ഉണ്ട്. വെറൈറ്റി പിക്കിൾസ് ഉണ്ട്. ഇന്നത്തെ കുറച്ച് പ്രോട്ടീൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഗൈസ് നല്ല ഹെവി റിച്ച് ആയിട്ടുള്ള സാലഡ്സ് ആണ്. ഒരുപാട് ടൈപ്സ് ഉണ്ട്. നല്ല പ്രോട്ടീൻസ് ഒക്കെ വേണ്ട ആളുകൾ നേരെ TRAയിൽ നോമ്പുറൊക്കെ വരിക ഗൈസ്. ഇങ്ങനെ നാമി കണ്ടിട്ട് തന്നെ വയറ് നിറഞ്ഞോ? സത്യം പറഞ്ഞ ഗൈസ്, ഇത് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മളൊക്കെ മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞു. കാരണം അത്രയും ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഒരു കാൽ ഭാഗം ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഐറ്റംസ് വരാൻ പോകുന്നുണ്ട്. ഒക്കെ ഡെക്കോർ ചെയ്ത് പ്ലേറ്റ് ചെയ്ത് വേറെ ലെവൽ ഗൈസ്. നൈസായിട്ട് കാണാൻ. ഇനിയാണ് നിങ്ങൾ ശരിക്കും എത്താൻ പോകുന്നത്. നമ്മൾ മെയിൻ കോഴ്സ് ഐറ്റംസ് കാണിച്ചു തരാം. ഇത്രയും നേരം നമ്മൾ ജസ്റ്റ് സാലഡ്സും ഡെസേർട്സും ഒക്കെ അല്ലേ കണ്ടത്. നമുക്ക് മെയിൻ കോഴ്സിലോട്ട് പോവാം. ദിസ് ഇസ് മട്ടൺ ബിരിയാണി ആൻഡ് ഗീ റൈസ്. ദിസ് ഇസ് നൂഡിൽസ് ഗൈസ്. ഫുഡൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ അമ്മയച്ഛൻ റേഷ്യോ ഫ്ലാറ്റാണ്. കാരണം ഞങ്ങൾക്ക് പിന്നെയും കണ്ട് ഇപ്പോൾ തയങ്ങിയുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇത്രയും വലിയ 5 സ്റ്റാർ എന്താ പറയുക സെറ്റപ്പിലൊരു ഇഫ്താർ സത്യം പറഞ്ഞാൽ അടിപൊളി ഗൈസ്. ഫസ്റ്റ് ടൈം ആ 5 സ്റ്റാർ ഇഫ്താർ എന്നെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ആമിയോ ഫസ്റ്റ് ടൈമാ? ആണോ? അതെ അതെ. നമ്മൾ 4 സ്റ്റാർ വരെ 3 സ്റ്റാർ വരെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി പോയി മടുത്തേക്ക്. പക്ഷെ ഇത് ഗൈസ് മസ്റ്റായി നിങ്ങളൊരു തവണയെങ്കിലും ഗൈസ്. ഇവിടെ ഇഫ്താർ എത്ര എമൗണ്ട് റേറ്റ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരാൾക്ക് 1200 രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ്. പ്ലസ് GSTയും കൂടെ വരുന്നുണ്ട്. നമ്മൾ 6 പേര് അങ്ങനെ എടുത്ത് നിങ്ങളിതൊക്കെ മസ്റ്റായിട്ടും ഒരു വട്ടെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. രാവിലെ വയറ് കാലിയാക്കിയിട്ടാണ് തിരക്കുണ്ടോ ഇല്ലേന്ന് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞതാ. എല്ലാവരും ഓൾറെഡി പ്ലേറ്റിൽ കൊണ്ടുപോയി അവിടെ ഓൾറെഡി മേശയിൽ വെക്കുന്നുണ്ട് കേസ്. നമ്മൾ മാത്രം ഇവിടെ ഓൾറെഡി പ്ലേറ്റ് ചെയ്ത് വെച്ച ഐറ്റംസ് വെച്ച് കാത്തിരിക്കായിരുന്നു നോമ്പ് തുറക്കാൻ. കേസ് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഡേറ്റ്സ് കഴിച്ച് നോമ്പ് തുറന്നു. കരിക്കാൻ എങ്ങനെയുണ്ട് നൈസ? നാരങ്ങ വെള്ളം ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളി. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഫുഡ് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഗൈസ്. നൂഡിൽസ് നൂഡിൽസ് മീനുണ്ടല്ലോ. മീൻ കറിയല്ലേ?
അമ്മ ഏഷ്യ അവിടെ എടുക്കുന്ന തിരക്കിലാണ്. നമ്മൾ കിട്ടിയത് എന്തൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് പോകണം ഗൈസ്. അതിന്റെ ഫുൾ വെറൈറ്റി റൈസ് ഐറ്റംസ് ഒന്നുമില്ല. മട്ടൻ ബിരിയാണി രക്ഷയില്ലല്ലേ. കിട്ടില്ല മട്ടൻ ബിരിയാണി. പക്ഷെ ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷെ കാണുമ്പോൾ തന്നെ ലുക്കാന്ന് തോന്നുന്നുണ്ട്. മട്ടൻ ബിരിയാണി നിന്റെ കടിയ വേണ്ട. പല്ലില്ലേ ക്ലിപ്പിട്ടനെ കൊണ്ട. അമ്മേന്റെ പ്ലേറ്റ് ഒന്നും കൂടി കാണിക്കും. സ്റ്റാർട്ടർ ആയിട്ടില്ലേ? ഞങ്ങൾക്ക് സ്റ്റാർട്ടർ പറഞ്ഞു എടുത്തത് ഏകദേശം. ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറച്ച് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. അച്ഛൻ മുന്തിരൊക്കെ എടുത്തിട്ട് നീ എന്താ ഞണ്ടില്ല. സെക്കൻഡ് ട്രിപ്പ് ഗൈസ്. നട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ ആയിക്കോട്ടെ. വെജിറ്റേറിയൻ്റെ കൂടെ കുറച്ച് സാലഡ്സ് അല്ലേ ഗൈസ്. ഹരിയേട്ടന്റെ സെക്കൻഡ് പ്ലേറ്റ് ആണ്. അതിന് തന്നെ കുഴപ്പമില്ല. ഒരു മിതത്തിൽ മയത്തിൽ എന്നൊക്കെ പറഞ്ഞ ചെയ്യുന്നുണ്ട്. എല്ലാം ടേസ്റ്റ് ചെയ്യും. ഓളെല്ലാം പത്തിരി കൂട്ടി അടിക്കാണ് ഗൈസ്. പത്തിരി മീൻകറി നൈസ്. മീൻ പൊരിച്ചത് മസാല ഒരു കുത്തലുണ്ടെന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഫ്രൂട്ട്സ്. അതെ അതെ. ആമീൻ്റെ പാത്രം പ്ലേറ്റ് ചെയ്യാൻ കാണിച്ചത് ഗൈസ്. പാത്രം കാണിച്ചതാണ്, പ്ലേറ്റ് കാണിച്ചത്. എങ്ങനെയുണ്ട്? അതെന്താ സംഭവം? ഞാൻ കുറച്ച് സാലഡ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് നട്ട്സ്, പിന്നെ എല്ലാവരും ആദ്യം കഴിക്കുന്ന സൂപ്പ് ഞാൻ പോയി ലാസ്റ്റ് എടുത്ത് ഗൈസ്. അവിടെ ആദ്യം സൂപ്പ് തപ്പിയും സൂപ്പ് അവിടെ കണ്ടതേ ഇല്ല. സൂപ്പ് അടിപൊളി നൈസ് സൂപ്പാണ് ഗൈസ്. സത്യം പറഞ്ഞ ഞാൻ അതായത് ഇത്രയധികം ഫുഡ് ഒറ്റയടിക്ക് കാണുന്നത്. കണ്ടപ്പോൾ വയറ് നിറഞ്ഞെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാവരും പോളിയും കണ്ടപ്പോൾ മനസ്സിലായി ആർക്കും വയറ് നിറഞ്ഞില്ല. പറച്ചിലേ ഉള്ളൂ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പിന്നെ അവരെയും കൂട്ടണം എന്നുള്ള ഇതേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വന്ന് കഴിച്ചു. നമ്മൾ പോന്നപ്പോൾ ഹരിയാറിനോടും അമീനോടും ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ അവരും വന്നു. ഞങ്ങളൊക്കെ 2 ജ്യൂസിലിരിക്കോ? ഇത് ലസ്സിയാ. ഞാൻ പോയി മിൽക്ക് ഷേക്ക് എന്താ അടിച്ചാൽ പോയി കുടിച്ചേ. പൊളിച്ചിട്ട് വയലൊക്കെ മാറ്റുന്നു. അല്ല മോശമല്ല, നല്ല ടേസ്റ്റ്. ഓള് ഞങ്ങൾക്ക് തരുന്നില്ല. അരിക്ക് തീറ്റിക്കണം, അരിനെ തീറ്റിക്കണം എന്ന് പറഞ്ഞ് ഒത്തിരിക്കുക. കഴിക്കി പപ്പായല്ല, പപ്പായ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിറക്ക്. എന്താ എടുക്കുന്ന? ഐസ്ക്രീമോ? ഡെസേർട്ട് വേറെ എന്തെങ്കിലും എടുത്ത അതിൻ്റെ കൂടെ? ബ്രൗൺ നൈസാവും. എണ്ണ സെക്ഷനിൽ ഫുള്ള്
ഇവരെ കൊണ്ടുപോയത് മാക്സിമം മുതലായിട്ടുണ്ട്, കാരണം അത്രയും വയറ് ഫില്ലായിരുന്നു എല്ലാവർക്കും. സോ നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. ഗൈസ്, നമ്മൾ ഡെസേർട്ട് സെക്ഷനിലോട്ട് കടന്നു. ഇത്രയും ഡെസേർട്ട് ഐറ്റംസ് അല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആമി പ്ലേറ്റ് ഇങ്ങനെയുണ്ട് ഡെസേർട്ട്സ് എല്ലാം പൊളി. നമുക്ക് വയറ് നിറഞ്ഞ് അച്ഛനും വയറ് വരുന്നു. ഇതെല്ലാം കഴിക്കില്ല, ഫോട്ടോ എടുക്കാനാ. സോറി, മാത്രം ലാസ്റ്റ് ഇതിൽ കഷ്ടമൊന്നുമില്ല, അജിയാണ് വലുതായി നന്നായി. ഗൈസ്, അങ്ങനെ നമ്മുടെ യുദ്ധം അവസാനിപ്പിച്ച് ഫുള്ള് കഥ പറഞ്ഞ് ചായയും ജ്യൂസും കുടിച്ച് സൈഡായി. ഗൈസ്, നമ്മളൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഇരിക്കും. ഗൈസ്, അല്ലാണ്ട് പൊന്താൻ പറ്റുന്നില്ല, എല്ലാവരും സ്റ്റെക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആ ഒരു ഇഫ്താർ? ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു 5 സ്റ്റാർ ഇഫ്താർ നോമ്പുകളെയാണ്. ഓൾമോസ്റ്റ് 250ഓളം ഡിഷസ് വരുന്ന ഒരു ഗ്രാൻഡ് പരിപാടി. അപ്പോൾ ഇത് വർഷത്തിൽ ഒരു വട്ടം നടക്കുന്ന, എല്ലാവരും വന്ന് ഒരു വട്ടെങ്കിലും ഇത് ട്രൈ ചെയ്യണം. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ലിറ്ററലി നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അത്രയ്ക്ക് ഐറ്റംസ് ആണ്. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ആവും. എന്താണെങ്കിലും വെർത്താണ്. ഹാപ്പി, വെരി സാറ്റിസ്ഫൈഡ്. എന്താണ്? താങ്ക് യു ഡോക്ടർ. ഗൈസ്, അങ്ങനെ നമ്മൾ ടിആറിൽ നിന്ന് ഇറങ്ങി. ഗൈസ്, 2 മണിക്കൂർ യുദ്ധത്തിന് ശേഷം എന്നിട്ടും പകുതി പോലും കവർ ചെയ്യാൻ പറ്റി. സങ്കടം ഉണ്ട് എനിക്ക്. അപ്പുറത്തോടെ